വചനമൊഴി ഫെബ്രുവരി 15. വചനഭാഗം 1 കോരിന്തോസ് 15, 50-57. മത്തായിയുടെ സുവിശേഷം 23, 1-12. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ജനക്കൂട്ടത്തോടും തന്റെ ശിഷ്യന്മാരോടും അരുൾ ചെയ്തു, നിയമജ്ഞരും ഫരീസേയരും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു, സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതി കൂട്ടുകയും വസ്ത്രത്തിന്റെ തൊങ്ങലുകൾക്ക് നീളം കൂട്ടുകയും ചെയ്യുന്നു. മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിന്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേയുള്ളൂ, നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്കൊരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാർ എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ ഈശോ നമ്മോട് പറയുന്നത്, അടിസ്ഥാനപരമായി നമ്മൾ പാലിക്കേണ്ട നിയമം ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ അനുസരിക്കണം. കാരണം നമുക്ക് ഉള്ള പ്രതിബദ്ധത വചനത്തോടാണ്, അത് പഠിപ്പിക്കുന്നവരോടല്ല. വചനത്തെ സ്വീകരിക്കുവാനും വചനം അനുസരിച്ച് പ്രവർത്തിക്കുവാനും ഈശോ നമ്മോട് പറയുകയാണ്. വചനം പറയുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പലപ്പോഴും കുറവുകളുണ്ടാകാം. അവരുടെ പ്രവൃത്തികൾ അനുകരണീയമല്ലെന്ന് വരാം. എങ്കിലും അടിസ്ഥാനപരമായി നമുക്ക് വിശ്വസ്തത വേണ്ടത് കർത്താവിന്റെ വചനത്തോടാണ്. വചനത്തെ അനുസരിക്കുവാനും വചനമനുസരിച്ച് പ്രവർത്തിക്കുവാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. വചനമനുസരിച്ചുള്ള പ്രവർത്തികൾ ദൈവപിതാവിന്റെ ഹിതം നിറവേറ്റുന്നതാണ്. ദൈവപിതാവിന്റെ ഹിതം നിറവേറ്റുന്നവരായി മാറുവാൻ ഇന്ന് തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. ദൈവവചനത്തിന് സ്വയം സമർപ്പിക്കുന്നത് എളിമയുടെ മാതൃകയാകണം എന്നാണ് ഈശോ പറയുന്നത്. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ദൈവത്തിന്റെ സന്നിധിയിൽ എളിമയോടെ വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുവാനും നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.